Hey guys, what's up? Welcome back to my channel. ഹലോ ഗൈസ്, നമ്മളെവിടേക്ക് പോണത് പറയൂ? ബാംഗ്ലൂർ. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് വരാം. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. വേറെ ഒന്നുമല്ല, നമ്മളിങ്ങനെ യാത്രകളൊന്നും ചെയ്യാത്തതുകൊണ്ടുള്ള അല്ലറ ചില്ലറ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ചെറുനാരങ്ങയൊക്കെ മേടിച്ച് കൈ വെച്ചു. അപ്പം എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ആനയുടെ ഫ്ലെക്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്നെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ ആന ഉണ്ടാവും, ആന ഉണ്ടാവും, ആന ഇറങ്ങും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും നിറച്ച് തേയിലത്തോട്ടങ്ങൾ. അപ്പം ഞാൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങിയിട്ട് ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ടോ. എൻ്റെ ചുറ്റും നമ്മളെ തേയില തോട്ടമാണ്. കംപ്ലീറ്റ് ഈ കാണുന്ന കംപ്ലീറ്റ് തേയിലത്തോട്ടമാണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി എന്തോ കാട്ടുന്നുണ്ട്. പോയൊക്കെ കേരള പോയി. അപ്പൊ പേരെന്നാ? നെയിം പേരെന്നാ? രാജലക്ഷ്മി. എങ്കേന്ന് പറഞ്ഞു. ഞങ്ങള് മലപ്പുറം. അല്ല, ബാംഗ്ലൂര്. വർക്ക്, ഹസ്ബൻഡ് വർക്ക് പോയത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ തേയിലത്തോട്ടത്തിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കാൻ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഏട്ടൻ ഇങ്ങനെ വിളിക്കൽ തുടങ്ങി. പോകണ്ടേ, കുറച്ച് ഓടാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കൽ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പുറത്തും അതെ ഇപ്പുറത്തും അതെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഏട്ടനോട് പറഞ്ഞു എൻ്റെ ഒന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നടന്നു പോകണ വീഡിയോ എടുക്കണേൻ്റെ ഇടയിൽ ഞാൻ വീണതാരും കണ്ടില്ലല്ലേ. ഇനി നമ്മൾ കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ. കാട്ടിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ തലയറ്റല്ലേ തുടങ്ങി കേട്ടോ. കാരണം വേറെ ഒന്നല്ല, എന്തൊക്കെ ജീവികൾ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ പേടിയും ഉണ്ടായിരുന്നു. അപ്പോൾ പേടിച്ച മുതൽ തന്നെ ഞാൻ കണ്ടു. പക്ഷെ അത് കുറച്ച് ലോങ് ആയ കാരണം വലിയ കുഴപ്പമില്ലാതെ പോയി. പിന്നെ കുരങ്ങന്മാരൊക്കെ കണ്ടു. അപ്പോൾ ഒരാളിങ്ങനെ ഓടിപ്പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാളെയും കൂടി ഒന്ന് എടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അയാളെയും കൂടി ഒന്ന് എടുത്തു. അപ്പോൾ ഞാനൊരു ഹായ് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കിട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഫോൺ അടിച്ച് മാറ്റി പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ മാൻകുട്ടന്മാർ ഇത് നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ടു. കുറച്ച് നേരം വണ്ടിയൊക്കെ ഒന്ന് അവിടെ നിർത്തിയിട്ട്, വണ്ടി അവിടെ നിർത്താൻ പാടില്ല, കുറച്ച് നേരം മോനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നിർത്തി. ഒരുപാടുണ്ട് കേട്ടോ. ബാക്കിൽ വേറെ ഒരു വണ്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കുറച്ച് നേരം കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ട് ആനയെ കണ്ടു എന്നൊക്കെ ചോദിച്ചു വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂം മാറലൊക്കെ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.